അറിവായിരുന്നു. മറ്റുള്ള രണ്ടുപേർക്കും ആ യജമാനന്റെ കരുണയും മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് അവർക്ക് പ്രൊഡക്റ്റീവ് ആകാൻ സാധിച്ചു. അവർ ഫലം പുറപ്പെടുവിച്ചു. അതുകൊണ്ട് അവർക്ക് ആ പട്ടണങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടാകുന്ന ഒരവസ്ഥ മാറി. എന്നാൽ ഇവന് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല. ഇവൻ അങ്ങനെ തന്നെ ഇരിക്കണം. എന്തുകൊണ്ടാ? ഒറ്റ ബോധ്യം, ഒരു തെറ്റായ ഒരു ഇഗ്നറന്റ് ചിന്ത. പൗലോസ് പറയുന്ന പോലെ അവർക്ക് ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവനീതിയെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. എന്തായിരുന്നു അവന്റെ അജ്ഞത? ദൈവം ഒരു കർക്കശക്കാരനാണ്. ഈ വാക്ക് വെച്ച് നമ്മളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തും. നമ്മൾ എന്താ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോ ബൈബിളില് പല ഉദാഹരണങ്ങളുണ്ട്. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നെ നരകത്തിലേക്ക് എറിയും, ഇല്ലേ? ഇതുണ്ടല്ലോ. അപ്പൊ അതാണ് ഈശോ തന്നെ പറയുന്നത്. വേറൊരു വചനം ഈശോ പറഞ്ഞു, ഞാൻ യോനായുടെ ഒരു അടയാളമേ തരുവുള്ളൂ. ഇത് പറഞ്ഞ് നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളതിനെ വിലയിരുത്തണം. എന്താ? വിധി ദിവസത്തിൽ നിനവേക്കാരെഴുന്നേറ്റിട്ട് ഈ തലമുറയെ വിധിക്കും. കാരണം അവർ യോനായുടെ വചനം കേട്ട് പശ്ചാത്തപിച്ചു, ഇല്ലേ? എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഇവിടെ ഒന്ന് ശരിക്കും പഠിക്കുകയാണെങ്കിൽ യോനായോട് കർത്താവ് പറഞ്ഞു, നീ പോയി പറഞ്ഞോ, ഞാൻ 40 ദിവസം കൊണ്ട് ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. യോന എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടവരെല്ലാവരും എന്ത് ചെയ്തു? അവർ ചാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സ് മാറി. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ദൈവം അവരെ നശിപ്പിച്ചില്ല. അപ്പൊ യോനാക്ക് തന്നെ ദൈവത്തിനോട് ദേഷ്യമായി, ഇല്ലേ? അതാണ് പഴയ നിയമത്തിന്റെ പ്രശ്നം. എന്നാൽ ഇതാ യോനായേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിട്ട് യോന വചനം പ്രഘോഷിച്ചോളൂ. എന്നാൽ ഈ വലിയവനാകട്ടെ അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പാപത്തെ ഏറ്റെടുത്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാപത്തെ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്തിരിക്കുന്നു. അത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക്? അപ്പൊ അത് വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും അവർ ദൈവത്തിന്റെ ആ കരുണയിൽ നിന്നും അകന്നു പോകുന്നു. അവരാണ് നരകത്തിൽ പോകും എന്ന് പറയുന്നത്. പക്ഷെ ആർക്കറിയാം ആരാ നരകത്തിൽ പോകുന്നു? അവരുടെ പാപം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞോ ഇല്ലയോ? ആദം മുതലുള്ള ആദം ചെയ്ത പാപവും ആദം ചെയ്ത പാപത്തിലൂടെ ഉണ്ടായ ലോകം മുഴുവനിലും പ്രസരിച്ചിരിക്കുന്ന പാപം കർത്താവ് യേശു ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്തോ? ആ ബാഗ് ഒന്നും തീർന്നേ, ബാഗ് കർത്താവ് യേശു ഏറ്റെടുത്തോ? ഏറ്റെടുത്തു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോ IS-കാരായാലും ആര് ചെയ്യണതായാലും ആരുടെ പാപം മൂലം അതൊക്കെ ഉണ്ടായത്? ആദം ചെയ്ത പാപം മൂലമാണ്. ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങളാണ് കേട്ടോ. ഇപ്പൊ ശാലോമില്ല അടുത്ത് തന്നെ വീണ്ടും വരവ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന 10 ക്ലാസ്സുകൾ വരും. അതിലിതൊക്കെ കുറേ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. കേട്ടോ, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ
ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. കണ്ടോ? അപ്പോ നമ്മൾ ഈ മനസ്സിലാക്കുന്ന മാതിരി ഒന്നും അല്ല കാര്യത്തിന്റെ കിടപ്പ്. ആദം ചെയ്ത പാപം മൂലം ഉണ്ടായ സകല കോൺസിക്വൻസുകളും കർത്താവ് ഈശോ മിശിഹ ഏറ്റെടുത്തു. ഇത് വിശ്വസിക്കുകയും അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇനി ശിക്ഷാവിധി ഇല്ല. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും, ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും. ട്യൂണൊന്നും നമ്മളുടെ ട്യൂൺ ആവില്ല, ചിലപ്പോൾ ആ ട്യൂൺ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ഇന്ന് ജീവിക്കുന്നവരെല്ലാവരും അന്ത്യദിനത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ അഴുകിയ ശരീരവും ഉയർത്തെഴുന്നേറ്റ് അനശ്വര ശരീരമായിട്ട് ദൈവത്തോടൊപ്പം നിൽക്കും എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പൊ ഒരുപാട് സംശയങ്ങളാകാൻ തുടങ്ങും അല്ലേ? ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കൊന്ന്, എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച്, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കാം. ഇതാ വേറൊന്നും. അവരെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു, പറുദീസായിൽ കൈനീട്ടി, വൃക്ഷം മർത്യനുമതിയേകി, ഗാഗുൽത്തായിൽ കൈനീട്ടി, കുരിശാമർത്യന് ഉയർപ്പേകി. കണ്ടോ? ഇതൊക്കെ സഭയുടെ പ്രബോധനങ്ങളാണത്. പറുദീസായിൽ കൈനീട്ടി, വൃക്ഷം മർത്യന് മതിയേകി, ഗാഗുൽത്തായിൽ കൈനീട്ടി, കുരിശാമർത്യന് ഉയർപ്പേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. സത്യമല്ലേ ഇത്? ഓക്കെ, ഇനി വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ. എന്തുകൊണ്ടാണ് ആദത്തിനെയും ഹവ്വയെയും ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? ഇപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചേക്കണത് എന്താ? പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്തു കൊണ്ടുവന്നില്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. നമ്മളെയൊക്കെ പുറത്താക്കിയിട്ടുള്ളതാണ്. ആണോ അല്ലയോ? എന്നെയൊക്കെ പുറത്താക്കി നല്ല അടി കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഈ ശിക്ഷിക്കണം, അവൻ നല്ല അടി കൊടുക്കണം. എൻ്റെ ടീച്ചർ ഇങ്ങനെ ക്ലാസ് കൈ നീട്ടിയിട്ട് വിദ്യ അഭ്യസിക്കണമെങ്കിൽ കഷ്ടപ്പെടണം കഷ്ടപ്പെടണം കഷ്ടപ്പെടണം. ഈ അടി പേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കണത്. അങ്ങനെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഹിതയാണ് നമ്മളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിചാരം, നന്നായി, ആദവും ഹവ്വയെയും ദൈവം ശിക്ഷിച്ച് പുറത്താക്കി. എൻ്റെ കർത്താവ്, 10-60 വയസ്സായപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഒന്ന് വായിച്ചു നോക്കി അവിടെ ഒന്ന് ശരിക്കും എന്താ ഉണ്ടായത്. ഉൽപ്പത്തി 3-ാം അധ്യായം 22-ാമത്തെ വചനം. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം ഒന്ന് വായിച്ച്. അനന്തരം അവിടെ അല്ലെ 21 മുതൽ വായിച്ചോ, 21 മുതൽ വായിച്ചോ, ഉച്ചത്തിൽ വായിക്കൂ എല്ലാവരും. ദൈവമായ കർത്താവ് തൂവൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും ഹവ്വയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും
അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. വായിച്ചോ. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അല്ലെ? തുടർന്ന് കർത്താവ് അവനെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിക്കണേ, 22 മുഴുവനും ഒന്നുകൂടി വായിക്കാം. 22 ഒന്നുകൂടി വായിച്ചേ. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യരിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ശ്രദ്ധിക്കണം. ഇനിയാണ് അടുത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മോളെ ഇപ്പൊ പോലെ എല്ലാവരും ശ്രദ്ധിക്കണേ. പിള്ളേരെ വിളിച്ച് കരഞ്ഞോട്ടെ. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യനാകാൻ ഇടയാകരുത്. ശ്രദ്ധിക്കണം. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെ 2 വൃക്ഷം ഉണ്ടായിരുന്നു. ഒന്ന് നന്മ തിന്മയുടെ തിരിച്ചറിവിന്റെ വൃക്ഷം, അതിൽ നിന്നാണ് പറിക്കരുതെന്ന് പറഞ്ഞത്. ജീവന്റെ വൃക്ഷം വേറെ. അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അമർത്യനാകും. അമർത്യനാകുമെന്ന് പറഞ്ഞാൽ അവന്റെ സ്റ്റാറ്റസ് ഇൻഫിനിറ്റ് ആവും, പിന്നെ മാറില്ല. മനസ്സിലായോ? അപ്പൊ എന്താ അമർത്യനായ നല്ല കാര്യമല്ലേ? ഈ പാപാവസ്ഥയിൽ അവൻ അമർത്യനായാൽ, കുറച്ചുകൂടി വിശദമായിട്ട് പറയണമെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട് ബ്രദറെ. അതായത് അവരിപ്പോൾ പാപം ചെയ്തു, അതായത് ജീവൻ നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിച്ചതിലൂടെ അവർ ദൈവവുമായിട്ടുള്ള ആ ആത്മീയ ബന്ധം അവർ തന്നെ വിട്ടു. അങ്ങനെ അവരുടെ ആത്മാവ് മരണാവസ്ഥയിലാണ്. അതാണ് പാപത്തിന്റെ വേദനം, മരണമാണ്. ഈ മരണാവസ്ഥ, അതായത് ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥ, ആത്മാവിൽ നരകീയ അവസ്ഥ, ആത്മാവിലുള്ള പൈശാചിക അവസ്ഥ, ഇത്രയും പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ഈ പൈശാചിക അവസ്ഥ എന്നാണ് മാറ്റപ്പെടുക? എങ്ങനെയാ മാറ്റപ്പെടുക? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. യേശുവിന്റെ വരവിലൂടെയാണ് മാറ്റപ്പെടുക. അതാണ് യേശുവിന് മാത്രമേ അത് മാറ്റാൻ പറ്റുകയുള്ളൂ. ആ പൈശാചിക അവസ്ഥ യേശു ഏറ്റെടുത്ത് തന്റെ മരണത്താൽ നമ്മുടെ മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. അതാണ് പറുദീസായിൽ കൈനീട്ടി, പറുദീസായിൽ കനി നീട്ടി, വൃക്ഷം മർത്യന് മൃതിയേകി, ഗാഗുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയിർപ്പേകി, മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. അപ്പൊ മിശിഹാനാഥന്റെ മരണത്തിലൂടെ മാത്രമേ ആദവും ഹവ്വയും ചെയ്ത പാപം മൂലമുള്ള അവരുടെ മരണത്തിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഇരിക്കെ ഈ അവസ്ഥയിൽ, മരണാവസ്ഥയിൽ, പൈശാചിക അവസ്ഥയിൽ അവരെങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരായാൽ പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അവരെന്തായി മാറും? അവർ പിശാചായി മാറും. ഇതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അപ്പൊ കർത്താവിന്റെ കരുണ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവ്, ഇനി ഞാൻ വേറൊരു ഭാഷ ഉപയോഗിക്കുകയാണ്, ഇതാണ് ഭാഷയുടെ കാര്യമാണ്. കർത്താവ്, കരുണാസമ്പന്നനായ കർത്താവ് അവരോട്, എൻ്റെ മക്കളെ, നിങ്ങളിപ്പോൾ ഇവിടെ നിന്നാൽ അപകടമാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയിക്കോ. കാരണം നിങ്ങൾ എങ്ങാനും ഇനി ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഇടയാകരുത്. അതുകൊണ്ട് ഞാൻ ഈ പറുദീസ അടയ്ക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി.
ഈ ജീവന്റെ വൃക്ഷത്തിനെ കെരൂബുകളെ വെച്ചിട്ട് ഞാൻ വാച്ച്മാനാക്കാൻ പോവുകയാണ്. നിങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ ആരും അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. കാരണം നിങ്ങൾ യേശുക്രിസ്തു വന്ന് രക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തൊട്ടാൽ നിങ്ങൾ അമർത്തരാം. പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതെല്ലാം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുകൽ കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കുന്നു. ഈ തുകൽ എങ്ങനെ ഉണ്ടാക്കിയതാകാം? തുകൽ എങ്ങനെ ഉണ്ടാക്കുക? കുഞ്ഞാടിനെ കൊന്നിട്ടാണ് ഞാൻ ഈ തുകൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കാം, ഇല്ലേ? അതായത് വരാനിരിക്കുന്ന മിശിഹായാകുന്ന കുഞ്ഞാടിന്റെ ആ മുൻ അച്ചാരം എന്ന പോലെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഈ തുകൽ തരികയാണ്. അവരതിനു മുമ്പ് അവരുടെ മാനുഷിക ബുദ്ധിയിൽ അവർ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തിട്ട് നഗ്നരായപ്പോൾ ആ കൽപ്പന വൃക്ഷത്തിന്റെ, അതായത് അത്യവൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് മറയ്ക്കാൻ അവർ നോക്കി. എന്നാൽ അത് മാറ്റി കർത്താവ് അവർക്ക് കരുണയുടെ തുകൽ വസ്ത്രം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് മക്കൾ ഇവിടുന്ന് പോയിക്കോ, തക്ക സമയത്ത് രക്ഷകൻ വരും, അവൻ നിങ്ങളെ രക്ഷിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരും പറുദീസായിൽ. ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. സന്തോഷായോ? ഇപ്പൊ നമ്മളുടെ സെറ്റിംഗ് കംപ്ലീറ്റ് മാറിയോ? നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ് ഇപ്പൊ മാറിയോ? ഇത് വല്ല സംശയമുണ്ടോ? നമ്മൾ ഈ ആദത്തെ ഹവ്വയെയും ശിക്ഷിച്ചു എന്ന് ഇരിക്കുകയാണെങ്കിൽ ആ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ മുഴുവനും നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ ബൈബിൾ വായിക്കുക ബോധ്യത്തോടു കൂടി. ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം ശിക്ഷിക്കുന്ന ദൈവമാണ്. ആ ആൽഫയും ഒമേഗ, ഇത് ആൽഫ പോയിന്റും ഈ ഒമേഗ പോയിന്റും ഒന്ന് തന്നെയാണ്. ദൈവം അന്നും കരുണാസമ്പന്നൻ തന്നെയാണ്. ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. ദൈവം കരുണ തന്നെയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ വലിയ ഒരു ആനന്ദം ഉണ്ടാവും. നമ്മുടെ ഹൃദയത്തിന്റെ അന്ധത അകലും. നമ്മളിൽ ദൈവത്തിന്റെ ജ്ഞാനം അണപൊട്ടി ഒഴുകും. മറിച്ച് മറ്റൊരു വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സത്യം അറിയുന്നില്ല. സത്യം അറിയുന്നില്ല. സത്യം അറിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്വതന്ത്രരാകുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പിള്ളേരെ ആദ്യ കുർബാനയെ കൊണ്ട് പിള്ളേരോടൊക്കെ വന്ന്, നീ ഇനി ആദ്യ കുർബാനയെ കൊണ്ട് പിന്നെ എന്തെങ്കിലും പാപം ചെയ്ത് നീ ഉടനെ നിരത്തി പോകട്ട. സത്യമാണോ അത്? അപ്പൊ അങ്ങനെ കുട്ടികളെയോ നമ്മളെയോ ഭയപ്പെടുത്തിയിട്ട് പറയുന്നത് സത്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ അവരെ പഠിപ്പിച്ചാലും അവർക്ക് വേറെ ഒരുപാട് സോഴ്സുകളുണ്ട് കണ്ടുപിടിക്കാൻ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇതിനെക്കുറിച്ചൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അത് നമ്മളിലേക്ക് ഒരു അഭിഷേകമായിട്ട് കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണെന്നും, ഓ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ അങ്ങ് ഞങ്ങളുടെ സകല തിന്മകളും ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദൈവം ഒരിക്കലും ഞങ്ങളെ ശിക്ഷിക്കുകയില്ല. ആദത്തെയും ഹവ്വയെയും ശിക്ഷിക്കാനല്ല അവര് പുറത്താക്കിയത്, രക്ഷിക്കാനാണ്. ഇനി നമുക്ക് കാണാം പുതിയ നിയമത്തിൽ
ഒരുപാട് സ്ഥലത്ത് ഈശോ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ശരിക്കും മനസ്സിലാവും. പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരനുണ്ടായിരുന്നു. അവൻ $1000 അല്ലെങ്കിൽ €1000 കട്ടെടുത്തു. അപ്പൊ എന്ത് ചെയ്യും? അവന് പിരിച്ചുവിടും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം മകൻ €1000 കട്ടെടുത്തു. എന്ത് ചെയ്യും? അവനെ പിരിച്ചുവിടുമോ? അവനെ പിരിച്ചുവിടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? അവൻ നമ്മുടെ മകനാണ്. അപ്പൊ ഈ കരുണയും നീതിയും മനസ്സിലാകണമെങ്കിൽ ഈ നീതി എന്നത് മക്കൾക്കുള്ളതാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ആരായി മാറിയിരിക്കുന്നു? ദൈവ മക്കളായിരിക്കും. ഇതാണ് ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്. മക്കളോട് അടിമയോട് ചെയ്യണമാതിരി ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും ഒരേ കുറ്റമാണ് ചെയ്തത്. അപ്പൊ ഈ മകനെ വിളിച്ചിട്ട് എന്തു പറയും? മോനെ, ഈ പപ്പയും മമ്മിയും ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് മുഴുവനും നിനക്കുള്ളതല്ലേടാ, ഇല്ലേ? നീ എന്തിനാ ഇത് കട്ടെടുക്കണേ? ഇതെല്ലാം നിനക്കുള്ളതാണ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. അതറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൻ കട്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവൻ കട്ടെടുക്കില്ല. ഇതെല്ലാം അവന്റെയാണ്, അവന്റെ സ്വന്തം മുതൽ അവൻ കട്ടെടുക്കേണ്ട ആവശ്യം എന്താ? ഈ അറിവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവൻ മമ്മിയോട് പറയും, മമ്മി എനിക്ക് ഒരു $1000 വേണം കേട്ടോ, €1000 വേണം. എന്തിനാണ്? എനിക്കൊന്ന് ധ്യാനം കൂടാൻ പോണം. എടാ മോനെ, അങ്ങനെയാണെങ്കിൽ നീ കുറച്ചും കൂടി കാശ് കൊണ്ടുപോയിക്കോ, അവിടെ കുറച്ച് നേർച്ചയിട്ടിട്ട് പോയി. അപ്പൊ നമ്മള് ആരാണ്? നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? മക്കളാണോ? അതാണ് പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ട അറിവ്. അപ്പൊ നമ്മൾ എല്ലാ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് ഇതാണ്. 1-ാം അധ്യായത്തിൽ 10ഉം 12ഉം വചനത്തിലെല്ലാം പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവരും അവനെ സ്വീകരിച്ചവരും ദൈവ മക്കളാകാൻ കഴിവ് നൽകി. അപ്പൊ ദൈവ മക്കളായി കഴിഞ്ഞാൽ പിന്നെ ശരിയായിരിക്കാം, നമ്മൾ ഇത്തിരി തെറ്റ് ചെയ്തു പോയി, എങ്കിലും ദൈവ മക്കളായി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പൊ ഇത് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരങ്ങ് എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കണ്ട. നമ്മൾ ദൈവ മക്കളാവുമ്പോൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ആ ദൈവഭവനത്തിലെ അംഗങ്ങൾ ആയതിന്റെ പേരിൽ നമ്മളെ ഒരു പിശാചും തൊടാൻ പറ്റില്ല. നമ്മൾ ഈ പിശാച്, ഇതാണ് ഇനി അടുത്തൊരു കോൺട്രവേഴ്സ്യൽ പോയിന്റ് എന്ന് പറയാനുള്ളത്. നമ്മൾ ദൈവ മക്കളാണെങ്കിൽ പിന്നെ നമ്മൾ ബന്ധന പ്രാർത്ഥനയൊക്കെ നടക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധന പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? നമ്മളിപ്പോഴും ഒരു ഫരിസേയനോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അങ്ങാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ മകൻ അവിടെ പുറത്ത് കളിക്കണു, മുറ്റത്ത് ഒരു പട്ടി അവനെ ആക്രമിക്കാൻ വരണം. അവൻ സംരക്ഷണ പ്രാർത്ഥന നടത്തിയിട്ടില്ല, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറയോ? എന്താ പറയും? നിങ്ങളിങ്ങനെ പ്രാക്ടിക്കലായിട്ട് നോക്ക്. ദൈവത്തിന്റെ ഹൃദയമാണിത്. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ ഓമന മക്കളാണ്. നമ്മൾ സംരക്ഷണ പ്രാർത്ഥന നടത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പിശാചിനെ നീ എന്തോരം ചെയ്തോളാൻ പറയോ? ഞാനും പണ്ട് ഒരുപാട് സംരക്ഷണ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ വിശ്വാസം വർദ്ധിച്ചു, നീതി മനസ്സിലായി, ഞാൻ ദൈവ മകനാണ്, എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ചുമതലയാണ്. എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഹീ ഈസ് റെസ്പോൺസിബിൾ.
എൻ്റെ ദൈവത്തിന് എന്നെ നോക്കുന്നത് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. അതാണ് നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ദൈവത്തിന് നിന്റെ കാര്യത്തിൽ എന്താ പറയണേ, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം. ഞാൻ പറയണതിന്റെ സെറ്റപ്പ് മനസ്സിലാവുന്നില്ലേ? ദൈവം നമ്മുടെ വാത്സല്യം നിറഞ്ഞൊരു പിതാവാണ്. നമ്മൾ ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക് എന്തവസ്ഥയായാലും ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ. ഞാനൊരു സംരക്ഷണ പ്രാർത്ഥനയും ചെല്ലാറില്ല ഇപ്പോൾ. എന്തുകൊണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരാണെന്ന് വിശ്വസിക്കുന്നു? ദൈവം മകനാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചോദ്യം ചോദിച്ചാൽ എന്ത് സംശയങ്ങളും മാറ്റിത്തരാം. അപ്പോൾ ഒരു കാലത്ത് ഞാൻ കുറെ തിരുരക്തം തെളിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നതാണ്. പിന്നെയാണ് കർത്താവ് പറഞ്ഞത്, നീ എൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നിൽ ഞാൻ മുഴുവനായിട്ട് ലയിച്ചു ചേരുകയാണ്. പിന്നെ നീ അതിന്റെ മീതെ പോയി തെളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ എന്താ ഒറിജിൻ? ഈ പ്രാർത്ഥനയുടെ ഒറിജിൻ ഒരു പ്രൊട്ടസ്റ്റന്റ് ഒറിജിൻ ആകാനാണ് സാധ്യത. കാരണം അവര് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കേട്ടോ, നമ്മളിന്ന് വിശുദ്ധ കുർബാനയിൽ എന്താ സ്വീകരിച്ചത്? ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് കഴിഞ്ഞ് കുറച്ച് കണ്ടിട്ട് തെളിക്കണം എന്ന് പറഞ്ഞാൽ ഈശോ എന്ത് വിചാരിക്കുന്നു എന്ന് ആലോചിച്ചു. അല്ല, നമ്മൾ എന്താ വിശ്വസിച്ചിട്ടാണ് എടുത്തത്? അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. അതാണ് നമ്മളൊരു ക്രിസ്റ്റോസെൻട്രിക്. ഞാൻ ഒരാഴ്ച പറഞ്ഞാ തോന്നുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയാകുന്ന അച്ചുതണ്ടിലാണ് ക്രിസ്തീയ ജീവിതം. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ജീവന്റെ ഉറവിടം, നമ്മുടെ ക്രിസ്തീയ ജീവന്റെ ഉറവിടം. കുമ്പസാരമാണോ വലുത്? കുർബാനയാണോ വലുത്? കുർബാനയിൽ ഇപ്പൊ നമ്മൾക്ക് വിശുദ്ധ കുർബാന തരുന്ന നേരത്തെ അച്ഛനെ എന്ത് പറഞ്ഞിട്ടാണ് തന്നത്? കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് മേടിച്ചത്, സ്വീകരിച്ചത്? ഇത് നമ്മുടെ പാപത്തിനെ മോചിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ? എത്ര പ്രാവശ്യം അതിൽ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായുള്ള എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായുള്ള പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യും. പാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സകല പാപങ്ങളും റദ്ദാക്കപ്പെട്ടു, ക്യാൻസലാക്കപ്പെട്ടു. അപ്പോ നമ്മൾ അങ്ങനെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളിൽ ആ ഈശോ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ തിരുരക്തം തെളിച്ച് സംരക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ സംരക്ഷണം നമ്മൾ അകത്തുനിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു മെക്കാനിക്കൽ ഓപ്പറേഷൻ മാതിരിയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തെളിക്കാൻ പറയുമ്പോൾ തെളിക്കണം, പിടിക്കാൻ പറയുമ്പോൾ പിടിക്കണം. അങ്ങനെയല്ല. ദൈവം നമ്മളെ എപ്പോഴും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നടത്തിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ വരുമ്പോൾ ഇപ്പൊ അവൻ എന്നിൽ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരു കർത്താവേ എന്നെ സംരക്ഷിക്കണേ, തെളിക്കണേ എന്നെ. അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. എന്നോട് ക്ഷമിക്കണേ, ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ്. ചിലർ കായ് കൂവി അയ്യോ അത് ഫ്ലൈറ്റിനെ തെളിക്കണേ, ഫ്ലൈറ്റ് എങ്ങാനും ഇടിച്ചോളഞ്ഞ് വീഴോന്ന് വിചാരിച്ചുകൊണ്ട് ഫ്ലൈറ്റിനെ തെളിക്കണേ. എന്തുകൊണ്ടാണ്? ധ്യാനഗുരു ആ ഫ്ലൈറ്റിൽ പോവുകയാണ്. ഇതൊന്നും ഒരു വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. എന്നോട് ക്ഷമിക്കണേ, ഞാൻ പറയണത് നിങ്ങൾ വിഷമിപ്പിക്കുകയും ചെയ്തു. വിശ്വാസം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുക. ഇപ്പോൾ നമ്മളെ ഒരാൾ വന്ന് കഴുത്ത് വെട്ടി കൊല്ലണം, സന്തോഷിക്കുക. നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോയി രക്തസാക്ഷിയാവണം,
നമ്മൾ എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമ്മളെ ജീവനെ നേടാൻ വേണ്ടിയാണോ? അപ്പൊ എന്താണ് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തെ സംബന്ധിച്ച് മരണം എന്നൊന്നില്ല. ദൈവത്തെ സംബന്ധിച്ച് എല്ലാം ജീവനാണ്. ആ വചനം വായിച്ചേ. ലൂക്ക 20-ാം അധ്യായത്തിൽ 38-ാമത്തെ വചനം. ലൂക്ക 20:38. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. തുറന്നു വായിച്ച്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവരാണ്. അയ്യോ, ഈ വചനം നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നില്ലേ? അപ്പോൾ ഈ മരിക്കുന്നു അല്ലെങ്കിൽ അവർ കൊല്ലാൻ പോണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടന്ന് കൂക്കി വിളിക്കേണ്ട ആവശ്യമില്ല. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവരാണ്. ദൈവത്തെ സംബന്ധിച്ച് ഈ മരണം വലിയൊരു കാര്യമല്ല. ദൈവത്തെ സംബന്ധിച്ച് മരണം ഭയങ്കര സന്തോഷമാണ്. തോമസ് പോൾ വേഗം അങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ കർത്താവ് ഇങ്ങനെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. നീ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ സംബന്ധിച്ച് വേഗം മരിച്ച് സ്വർഗത്തിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടാ? എനിക്ക് അവിടെ ഭയങ്കര ഒരു വെൽക്കം കിട്ടാൻ പോവുകയാണ്. ഞാൻ മരിച്ച് ചെല്ലണ ദിവസം ഞാൻ എപ്പോഴും മനസ്സിൽ കാണുകയാണ്. ഭയങ്കര ബഹളം, കുറെ ആൾക്കാർ വെൽക്കം തോമസ് പോൾ എന്നും പറഞ്ഞൊരു ബാനറുമായിട്ട് കുറെ ആൾക്കാർ പത്രോസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അത് പത്രോസ് ചോദിച്ചത്, എന്താ ഈ ബഹളം? ഞങ്ങളുടെ തോമസ് പോൾ വരികയാണ്. 25 വർഷത്തെ വചന പ്രഘോഷണത്തിലൂടെ എന്തോരം ആത്മാക്കളാണ് എനിക്ക് അവിടെ ഉള്ളതെന്നറിയോ? അവരുടെ ആത്മാർത്ഥമായ ആഗ്രഹം തോമസ് പോളെ വേഗം അങ്ങോട്ട് വരാന്നല്ലേ. എനിവേ, പത്രോസ് എന്ത് പറയുന്നറിയാമോ? അതൊക്കെ ശരിയാണ്, നിങ്ങൾ നല്ല വെൽക്കം കൊടുത്തു. പക്ഷെ പുള്ളിയോട് പറയണം, ഇവിടെ RIP എന്നും പറഞ്ഞ് വിശ്രമിക്കാനല്ല വരണത്. റെസ്റ്റ് ഇൻ പീസ് പറഞ്ഞ് ഇവിടെ ഇരിക്കണ്ട. ഇവിടുന്ന് ഒട്ടനെ ലോകം മുഴുവനിലേക്കും സുവിശേഷ പ്രഘോഷണം ആരംഭിക്കണം. ചൈന, പാകിസ്ഥാൻ, റഷ്യ, അവിടേക്കെല്ലാം ഇവിടുന്ന് പോകും, പ്രഘോഷിച്ചോ. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സുവിശേഷ വേല. മരണശേഷമാണ്. ഗോതമ്പ് മണി ചീഞ്ഞില്ലെങ്കിൽ അത് ബലം പുറപ്പെടുവിക്കില്ല. കൊച്ചു ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? അൽഫോൻസാമ്മ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താ? എന്നു മുതൽ അവരുടെ ശക്തമായ പ്രവർത്തനം ആരംഭിച്ചത് മരണശേഷമാണ്. എന്ത് പറയണം? ഇപ്പൊ തോന്നണില്ലേ വേഗം മരിക്കാൻ? നമ്മൾ ഈ വെറുതെ മരിക്കണ്ട ആ ടോമി അച്ഛനെ അവര് കൊല്ലണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങേരെ ഒരു രക്തസാക്ഷിയാകാനല്ലേ കർത്താവ് വിളിച്ചേക്കണതെങ്കിൽ എന്താ വേണ്ടേ പറയും. 82 വയസ്സായ ഫ്രാൻസിലെ അച്ഛൻ, അങ്ങേരെ എങ്ങനെയായാലും കുറച്ച് ദിവസത്തിനകത്ത് മരിക്കാനിരിക്കുന്ന ആളാ. എന്തോ ഒരു വലിയൊരു ഭാഗ്യമാണ് അങ്ങേര് കിട്ടിയത്. ആൾത്താരയിൽ വന്ന് അവന്മാർക്ക് ഇച്ചിരി ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്നത്. മണ്ടന്മാരെന്നല്ലേ പറയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ പ്ലാനാണ്. അല്ലെങ്കിൽ 82 വയസ്സായ അച്ഛൻ പറയാൻ, ഞാൻ റിട്ടയർ ആവണില്ല. സാധാരണ 70 വയസ്സാകുമ്പോൾ എല്ലാവരും റിട്ടയറായി റിട്ടയർമെന്റ് ഹോമിൽ പോകാറില്ലേ? ഇദ്ദേഹം അങ്ങനെ ചെയ്തില്ല. എനിക്ക് പറ്റണത്തോളം കാലം കുർബാന ചെല്ലുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. അങ്ങനെ പുള്ളിക്ക് വളരെ വീരോചിതമായ ഒരു ആരോഹണം കിട്ടിയോ ഇല്ലയോ? നമ്മൾ എന്തിനാ വിഷമിക്കണേ? അതുപോലെ നമ്മൾക്ക് വേണോ? ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ ഞാൻ മരിക്കണം. അതാരെങ്കിലും എന്നെ ഒന്ന് കൊല്ലാനുള്ള ഒരു മനസ്സ് തോന്നുകയാണെങ്കിൽ ഭാഗ്യമായി. ഒരു കുഴപ്പമില്ല. കർത്താവ് അറിയാണ്ട് ഒരാൾക്കും എൻ്റെ കഴുത്തിൽ എത്തിവെക്കാൻ പറ്റില്ല. പറ്റുമോ? ആ 2 കുരുവികളെ നോക്കുവിൻ, അവയിലൊന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴില്ല. അപ്പൊ കർത്താവിനെ പ്രതി കൊലപാതകം നടത്തുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കർത്താവിനെ എന്നെ അർജന്റായിട്ട് ആവശ്യമുണ്ട്, ഒരു രക്തസാക്ഷി എങ്കിൽ ഞാൻ ആകണം. അതാണ് കർത്താവിനെ സംബന്ധിച്ച് മരണം എന്നൊന്നില്ല. എല്ലാവരും
ജീവിക്കുന്നവരാണ്. ഇവിടെ ജീവിക്കണം അല്ലെങ്കിൽ അവിടെ ജീവിക്കണം. നമ്മൾ വെറുതെ മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ മരണത്തെക്കുറിച്ച് ഭയം ഇല്ലായിരുന്നെങ്കിൽ എന്തോരം കാശ് ലാഭമായിരുന്നു. ഇപ്പോൾ ഓരോ വീടിനും എന്തോരം സെക്യൂരിറ്റി ലോക്കുകളും സെക്യൂരിറ്റി സിസ്റ്റങ്ങളും, ഓരോ ഇവിടത്തെയൊക്കെ വീടിൻ്റെ ഒരു ജനാല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊരു വീട് പണിയാം. എത്ര വിലയാണ് ഒരു ജനാലയ്ക്കില്ലേ? എന്തുകൊണ്ടാ? പേടിച്ചിട്ടാ. എന്നാൽ ഇതൊക്കെ പേടിച്ചിട്ട് കയറിനോടത്ത് കയറണവർ കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മരണഭയം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്തിനാ അങ്ങനെയൊക്കെ പോയത്? അങ്ങോട്ട് പോയത് എന്താ? കർത്താവിനെ എല്ലാവരും ഓക്കെ. എന്നാൽ ഇനി സംശയങ്ങൾ ചോദിക്കാം. ചോദിച്ചോ. ഒരു മിനിറ്റ്.